പാചകവാതക സിലിണ്ടറിന്റെ ലഭ്യതക്കുറവിൽ പ്രതിഷേധിച്ച് വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തായിരുന്നു വ്യത്യസ്തമായ പ്രതിഷേധം. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത്. വീടുകളിലും ഹോട്ടലുകളിലും പാചകവാതക സിലിണ്ടറിന്റെ ലഭ്യതക്കുറവ് മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ പ്രതിസന്ധികളിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഭക്ഷണപ്പൊതി വിതരണം നടത്തിയായിരുന്നു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിന്റെ പേരിൽ ഗ്യാസിന്റെ ലഭ്യതയില്ലായ്മയിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിച്ചപ്പോൾ അത് കേവലം കായംകുളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു വലിയ പ്രശ്നമാക്കി ആ ഗ്യാസിന്റെ ലഭ്യതയില്ലായ്മ മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. നമുക്കറിയാം, ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ പോലും തിരികെ ആ യാത്ര അവസാനിപ്പിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വഴിയരികിലെ ഹോട്ടലുകളിൽ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ ആ പ്രതിഷേധം വിജയം കാണുന്നത് വരെയുള്ള അതിൻ്റെ എല്ലാ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് കടന്നു വരുന്ന യാത്രക്കാർക്ക്, ഈ താലൂക്ക് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്ക്, രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഈ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA ഗവൺമെന്റ് ആയിരുന്നു. ഇന്ന് ഈ രാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു NDA സഖ്യം ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ചില്ലറയും ചെറുതുമല്ല. നമുക്കറിയാം, ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ രാജ്യത്തെ മുതലാളിമാരായിട്ടുള്ള അദാനിയും അംബാനിയുമാണ്. ആ അദാനിയെയും അംബാനിയെയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ഭരണ സംവിധാനം ഇന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി CA സാദിഖ്, അജിമോൻ കണ്ടല്ലൂർ, ജില്ലാ സെക്രട്ടറി ആസിഫ്, ഹബീബ്, റിയാസ്, നൌഫൽ, വാലയിൽ സുഹൈൽ, അഫ്നാൻ, ഇർഫാൻ SS, അജി, ഹാഷിർ, സഹീർ, ഹാഷിം സേട്ട്, ഷെബീർ വരിക്കപ്പള്ളി, കിച്ചു, സജാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.